നമസ്കാരം. വളരെയധികം ഭാഗ്യം വന്നു ചേർന്നിരിക്കുകയാണ് 3 രാശിക്കാരിൽ. എന്തെന്നാൽ ബുധൻ, സൂര്യൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ മകരം രാശിയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ഇത് ചില രാശിക്കാരിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധം മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. ഇപ്രകാരം മകരം രാശിയിലുള്ള ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരം നിമിത്തം 3 രാജയോഗങ്ങളാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും. പലപ്പോഴും നിങ്ങളുടെ ജീവിതം മാറി മറിയുന്ന തരത്തിലേക്കാണ് ഈ രാജയോഗങ്ങൾ നിങ്ങളെ എത്തിക്കുക. അനുകൂലപരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ശനിദശയും വ്യാഴത്തിൻ്റെ 9ാം ഭാവ സ്വാധീനവുമുള്ള രാശിക്കാരിലാണ് ഇത് വളരെയധികം ഭാഗ്യം കൊണ്ടുവരുന്നത്. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇപ്രകാരം ഈ ഗ്രഹങ്ങളുടെ മകരം രാശിയിലുള്ള സഞ്ചാര നിമിത്തം രൂപം കൊള്ളുന്ന രാജയോഗങ്ങളാൽ ജീവിതത്തിൽ വളരെ വലിയ രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതെന്നറിയാം. മേടം രാശി. മേടം രാശിക്കാർക്ക് ഇവരുടെ 10ാം ഭാവത്തിലാണ് ഈ ഗ്രഹങ്ങളുടെ ഒത്തുചേരൽ സംഭവിച്ചിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ജോലിയിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. മാത്രമല്ല, തൊഴിൽ സംബന്ധമായ മാറ്റങ്ങളെല്ലാം തന്നെ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാകും. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷപ്രദമായ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. ജോലിയിൽ ഉയർച്ചയും ഉന്നതിയും നിങ്ങളെ തേടിയെത്തും. ദീർഘകാലമായി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിനെല്ലാം തന്നെ പരിഹാരം കാണുവാൻ സാധിക്കും. സമൂഹത്തിൽ അംഗീകാരവും പദവിയും നിങ്ങളെ തേടിയെത്തും. സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതിന് ഏറ്റവും അനുകൂലമായ സമയമാണ്. സാമ്പത്തികമായി പലപ്പോഴും അത്ഭുതപ്പെടുത്തും വിധം മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക. സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. ജീവിതം മൊത്തത്തിൽ മാറി മറിയുന്ന സാഹചര്യമാണ് വന്നു ചേർന്നിരിക്കുന്നത്. സാമ്പത്തികപരമായി നിങ്ങളിൽ വലിയ നേട്ടങ്ങൾ തന്നെ കൈവരുന്നതായിരിക്കും. കുംഭം രാശി. കുംഭം രാശിക്കാർക്ക് ഇവരുടെ 12ാം ഭാവത്തിലാണ് ഗ്രഹസംയോഗം നടന്നിരിക്കുന്നത്. ഇത് മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ വ്യാഴത്തിൻ്റെ സ്വാധീനം ഗുണപരമായ പല നേട്ടങ്ങളിലേക്കും നിങ്ങളെ എത്തിക്കും. സന്തോഷവും സമാധാനവും നിങ്ങളെ തേടിയെത്തും. ആത്മീയപരമായ കാര്യങ്ങളിൽ ഈ സമയം താല്പര്യം കൂടുതലായിരിക്കും. നിങ്ങളുടെ ജീവിതം മൊത്തത്തിൽ മാറി മറിയുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുക. ആഗ്രഹിച്ചതെല്ലാം തന്നെ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. എല്ലാ കാര്യത്തിലും വ്യക്തമായ ധാരണ നിങ്ങൾക്കുണ്ടാകും. തീർത്ഥാടന കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം മാറ്റിവെക്കുന്നതായിരിക്കും. വാഹനം വാങ്ങുവാൻ ഏറ്റവും അനുകൂലമായ സമയമാണ്. സാമ്പത്തികമായ മാറ്റങ്ങൾ പലതും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലായിരിക്കും. ആരോഗ്യ പ്രശ്നങ്ങളെ പൂർണ്ണമായും പരിഹരിക്കുവാൻ നിങ്ങൾക്ക് ഈ സമയം സാധിക്കുന്നതായിരിക്കും. മീനം രാശി. മീനം രാശിക്കാർക്ക് ഇവരുടെ 11ാം ഭാവത്തിലാണ് ഗ്രഹസംയോഗം സംഭവിക്കുന്നത്. ഇത് നിങ്ങളിൽ വലിയ ധനവർദ്ധനവ് തന്നെ ഉണ്ടാക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികപരമായി വലിയ നേട്ടങ്ങളാണ് നിങ്ങളെ തേടിയെത്തുക. സഹോദരങ്ങൾക്കൊപ്പം
കൂടുതൽ സമയം ചിലവഴിക്കുവാൻ നിങ്ങൾക്ക് യോഗമുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെടും. സാമ്പത്തികപരമായ മാറ്റങ്ങളെല്ലാം തന്നെ നിങ്ങളെ അത്ഭുതപ്പെടുത്തും വിധമായിരിക്കും. സന്തോഷകരമായ നിമിഷങ്ങളാണ് നിങ്ങളെ തേടിയെത്തുക. ജീവിതത്തിൽ വലിയ വിജയം തന്നെ കരസ്ഥമാക്കുവാനുള്ള യോഗം നിങ്ങൾക്ക് വന്നു ചേരും. വളരെയധികം ഗുണപരമായ സമയം തന്നെയാണ് നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത്.